നമ്പർ തന്നപ്പോൾ മറങ്കല്ല നമ്പർ. അതാ എനിക്കറിയാം. നമുക്ക് പിന്നെ വേറെ സംസാരിക്കും. ഇവരിപ്പം പോകുന്നവരെ അന്വേഷണമൊക്കെ പറഞ്ഞിരുന്നു. ഷീലയെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ച. ഞാൻ ബാംഗ്ലൂർ വരാൻ പരിപാടിയൊക്കെ ഇട്ടാ അറിയത്തില്ല, നോക്കട്ടെ. എങ്ങനെ പുറപ്പെട്ടെന്നാണ് അത്ഭുതം. ഇല്ലാത്ത നേരം ശരി. അമ്മായിയുടെ എന്നാ പറയണം? അമ്മായിയോട് അമ്മായി എന്നാ വരുന്നേ? കുറച്ച് നാളത്തേക്കിന് ഒരു കാണുന്നത് കേട്ടും ആഗ്രഹമല്ലേ. അമ്മായിക്ക് അവധി ഒന്നും സാങ്ഷൻ ആയിട്ടില്ല. അവധി കിട്ടിയില്ലല്ലേ? ഡൈനാമിയാണ്. ഞാൻ ഇന്നലെ വർത്താനം പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞായിരുന്നു ഡല്ലാസിലൊക്കെ പോയായിരുന്നു. ലൈലാമ്മയും ബേച്ചിനൊക്കെ ആദ്യമായിട്ട് ഡല്ലാസിലോ? അവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം പ്രത്യേകം അറിയിക്കുക. കൃപയാ ഞങ്ങളുടെ വിഷയം. തല എടുക്കണ്ട, തല മുഴുവൻ നരച്ചതല്ല, അതങ്ങനെ എടുക്കണ്ട. പിന്നെ ഒരു സെക്കൻഡ് പറഞ്ഞു ഭാഷയ്ക്ക് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ബാംഗ്ലൂർ സേവയ്ക്കൊക്കെ വരണമെന്ന് പറയാം. അതെ, കർണാടക സേവ എന്നൊക്കെ പറയാതെ വേറെ അർത്ഥം വരും. അന്ന് പണ്ട് സാരി എഴുതായിരുന്നു. അന്ന് ഇന്നൊന്ന് മരിപ്പിച്ചിരിക്കാം. വീടിന്റെ മുതലാളി ഞാനങ്ങ് മാറിയേക്കാം. പാലസ് ചെറിയ വീടാണെങ്കിൽ ഇതാണോ ചെറിയ വീട്? നല്ല ഭംഗിയാണ് എൻ്റെ. ഇത് ഡേവിസ്, റൈറ്റ്? Where's Danny? Come here. ഡയാനെ, അമ്മച്ചൂരൊക്കെ എന്നാ പറയുന്നത്? ഹ്യൂസ്റ്റണിലെ അമ്മച്ചൂർ എന്നാ പറയാനുള്ളത്? I wanted to come to India. That's all? And I miss her. ഞാൻ ഇപ്പുറത്തുള്ള വീട് അവിടുന്ന് അതിങ്ങനെ ചെറിയാണ്. ആറിൻ്റെ തീവ ആറങ്ങോട്ട് താഴോട്ട് അവിടെ ഇങ്ങോട്ട് ഇവിടെ ഒരു വലിയ പോസ്റ്റില്ലേ, ആ പോസ്റ്റ് അവിടുന്ന് നേരെ അങ്ങനെ ഇവിടെ ഒരു റൂം, കിച്ചണ്, ടോയ്ലറ്റും. Outer house. ഇപ്പം മഴ തുടങ്ങല്ലേ. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഇത് കൊള്ളാമല്ലേ? പൈൻ, സൈപ്രസ്. കൊള്ളാം. ആരുടെ ആട്ടെ? മീൻ പിടിക്കാവോ ഇവിടുന്ന്? ഈ പരിപാടി നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ എനിക്ക് നിങ്ങളുടെ ഫെൻസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഫെൻസിങ് ആണെങ്കിൽ സിമ്പിളാണ്. എന്നാൽ കർണാടക സുവിശേഷീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതായ റവറൻ ഡേവിസ് ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. Not for the moment, right? ഗ്രാമാന്തരങ്ങളിൽ
I'm catching my head on the Hello, what's your name? The big guy. Just do it. Come on, blow your nose on the tennis ball, baby. Rub it all up. Rub it all up. Yeah. Okay, on your mark. Get set. I'm talking. Ooh. Wow. 4 fingers. Look at her actions. Her acting is so cool. ഇത് നമുക്ക് സമയം പോതും മോനി. ഇവരു ಕೋಟ್ಯಪತಿಯಂತ ಇವರು ಕೋಟ್ಯಪತಿಯಂತ ಹೇಳ್ತಾರಪ್ಪ ಕೋಟಿ ಸುಳ್ಳು ಲೆಕ್ಕಾಚಾರವಂತ ಹೇಳ್ತಾರಪ್ಪ ಕೋಟಿ ಸುಳ್ಳು ಲೆಕ್ಕಾಚಾರವಂತ ಮನೆಯವರಿಗೆ ಮೋಸ ಮಾಡಿ ಮನಸ್ಸು ಕೊಲ್ಲತಾರ ಮನೆಯವರಿಗೆ ಮೋಸ ಮಾಡಿ ಮನಸ್ಸು ಕೊಲ್ಲತಾರ ಬದುಕು ಬಾಳಿನ ಡಂಬ ಈ ಬದುಕು ಬಾಳಿನ ಡಂಬ ಬದುಕು ಬಾಳಿನ ಡಂಬ ಈ ಬದುಕು ಬಾಳಿನ ಡಂಬ ಕತ್ತರ ನೋಡಿನ ಸರಣಿ ತುಂದರ ಕಾಳಿನ ಭರಣಿ ಕತ್ತಾರ ನೋಡಿನ ಸರಣಿ ತುಂದಾರ ಕಾಳಿನ ಭರಣಿ ಮಗ್ಗಲದಾಗ ನಿಂದಾಯ್ತು ನೋಡು ಮುಸುಕು ಹಾಕಿದ ಮರಣ ಮಗ್ಗಲದಾಗ ನಿಂದಾಯ್ತು ನೋಡು ಮುಸುಕು ಹಾಕಿದ ಮರಣ ಮಣ್ಣಿನೊಳಗನೆ ಸೇರಿದ ಮ್ಯಾಲೆ ಎಲ್ ಹೋತು ನಿಮ್ ಸರಣಿ ಭರಣಿ ಮಣ್ಣಿನೊಳಗನೆ ಸೇರಿದ ಮ್ಯಾಲೆ ಎಲ್ ಹೋತು ನಿಮ್ ಸರಣಿ ಭರಣಿ ಬದುಕು ಬದುಕು ಬಾಳಿನ ಡಂಬ ಈ ಬದುಕು ಬಾಳಿನ ಡಂಬ ಬದುಕು ಬಾಳಿನ ಡಂಬ ಈ ಬದುಕು ಬಾಳಿನ ಡಂಬ ಯೇಸು ಸ್ವಾಮಿಯ ನಂಬು ನೀ ಯೇಸು ಸ್ವಾಮಿಯ ನಂಬು ಯೇಸು ಸ್ವಾಮಿಯ ನಂಬು ನೀ ಯೇಸು ಸ್ವಾಮಿಯ ನಂಬು ಸತ್ತರು ನೀನು ಬದುಕುವಿ ಅಂತ ಹೇಳುತ್ತಾರೆ ಯೇಸು ಸತ್ತರು ನೀನು ಬದುಕುವಿ ಅಂತ ಹೇಳುತ್ತಾರೆ ಯೇಸು ಮೋಕ್ಷವ ನೀಡಿ ವಜ್ರ ಕಿರೀಟವ ತೊಡಿಸುವನು ನಿನಗ ಮೋಕ್ಷವ ನೀಡಿ ವಜ್ರ ಕಿರೀಟವ ತೊಡಿಸುವನು ನಿನಗ ಬದುಕು ಬದುಕು ಬಾಳಿನ ಡಂಬ ಈ ಬದುಕು ಬಾಳಿನ ಡಂಬ ബതുക്കു ബാലിന ഡംബ ഈ ബതുക്കു ബാലിന ഡംബ പറഞ്ഞു വാനിലെ പറവകളെ നോക്കി വിതയ്ക്കുന്നില്ല വയലിലെ താമരകളെ നോക്കി കൊയ്യുന്നില്ല അതിനൊക്കെ പക്ഷികളെക്കാട്ടിലും പൂവുകളെക്കാട്ടിലും എത്ര ശ്രേഷ്ഠനാണ് ദൈവസന്നിധിയിൽ ആ വാക്യം പിന്നെ ಹಾರಾಡು ಹಕ್ಕಿಯ ನೋಡು ಅವ ಉತ್ಯ ತಾವೇನೋ ಅಡವಿಯ ಹೂಗಳ ನೋಡು ಅವನೇಯ ತಾವೇನೋ ಹಾರಾಡು ಹಕ್ಕಿಯ ನೋಡು ಅವ ಉತ್ಯ ತಾವೇನೋ ಅಡವಿಯ ಹೂಗಳ ನೋಡು ಅವನೇಯ ತಾವೇನೋ ಹಕ್ಕಿ ಹೂವುಗಳಿಂದ ಶ್ರೇಷ್ಠನು ನೀನು ದೇವರ ಮಗಳಲ್ಲೇನು ದೇವರ ಮಗನಲ್ಲೇನು ಚಿಂದಿ ಮಾಡಬೇಡ ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಬೇಡ ತಂಗಿ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಿ ಮಾಡಿ ಮಲವುದ್ಯ ಬೆಳಗಿ ಏನೋ ತಮ್ಮ ಚಿಂದಿ ಮಾಡಿ ಮಾಡಿ ಮಲವುದ್ಯ ಬೆಳಗಿ ಏನೋ ತಂಗಿ ಚಿಂದಿ ಮಾಡಬೇಡ ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಬೇಡು ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಪಾಪದ ಮಡಿಲಲ್ಲಿ ಮಲಗಿ ಈ ಕನಸು ಕಾಣಬೇಡ ಕೊರಗಿ ಲೋಕದ ಭೋಗವೆಲ್ಲ ಎಂದು ಶಾಶ್ವತವೂ ಅಲ್ಲ ಪಾಪದ ಮಡಿಲಲ್ಲಿ ಮಲಗಿ ನೀ ಕನಸು ಕಾಣಬೇಡ ಕೊರಗಿ ಲೋಕದ ಭೋಗವೆಲ್ಲ ಎಂದು ಶಾಶ್ವತವೂ ಅಲ್ಲ ಪಾಪದ ಬೆಡಿಯನ್ನು ಬಿಡಿಸುವನೇಸು ಮಾಡುವನು ಹಸುಗೂಸು ಮಾಡುವನು ಹಸುಗೂಸು ಚಿಂದಿ ಮಾಡಬೇಡ ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಬೇಡ ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಿ ಮಾಡಿ ಮಲವುದ್ಯ ಬಲಗಿ ಏನು ತಮ್ಮ ಚಿಂದಿ ಮಾಡಿ ಮಾಡಿ
ಬಲವುದ್ಯ ಬೆಳಗಿ ಏನು ತಂಗಿ ಚಿಂದಿ ಮಾಡಬೇಡ ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಬೇಡ ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಮರಣದ ಭಯ ನಿನಕ್ಯಾಗು ಆ ದೇವರ ಭಯವೇ ಸಾಕು ಸಂಸಾರದ ಸುಳಿಯಲ್ಲಿ ಸಿಲುಕಿ ನೀ ಏನು ಮಾಡುತ್ತೀ ಬದುಕಿ ಮರಣದ ಭಯ ನಿನಕ್ಯಾಗು ಆ ದೇವರ ಭಯವೇ ಸಾಕು ಸಂಸಾರದ ಸುಳಿಯಲ್ಲಿ ಸಿಲುಕಿ ನೀ ಏನು ಮಾಡುತ್ತೀ ಬದುಕಿ ಧರಣಿಯ ಮೇಲೆ ಮರಣ ಗೆಲ್ಲುವಿ ಹಿಡಿಯೋವಾತನ ಚರಣ ಹಿಡಿಯೋವಾತನ ಚರಣ ಚಿಂದಿ ಮಾಡಬೇಡ ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಬೇಡ ತಂಗಿ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಿ ಮಾಡಿ ಮಲವುದ್ಯ ಬೆಳಗಿ ಏನು ತಮ್ಮ ಚಿಂದಿ ಮಾಡಿ ಮಾಡಿ ಮಲವುದ್ಯ ಬೆಳಗಿ ಏನು ತಂಗಿ ಚಿಂದಿ ಮಾಡಬೇಡು ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ ಚಿಂದಿ ಮಾಡಬೇಡು ತಮ್ಮ ಚಿಂದಿ ಮಾಡಬೇಡ. Okay, let me try again. Here, see. We need longer hands, boy. Shoot. Here. They're all in here. Are you? കുട്ടിയോടാ Go get some. And that's here. പട്ടി ഒന്ന് അഴിച്ച് നടത്തത് Really? What are you guys doing to it? I'll take it. He's gonna die too. ഇവിടെ ആരോടെങ്കിലും ചോദിച്ചു Go in there. No lassie there, man. What? You know, this lassie was. Are you trying to pick one up? No, hang on. ഒത്തിരി ഉണ്ട് ഉപ്പം കാണാൻ ഒത്തിരി ഉണ്ട് Oh, hey, stop. No, Steve, come over here. No, shoot. There's the one. കിട്ടിയോ ആണ്ട ഒന്ന് ആ പട്ടിയല്ല ചെലം തൊട്ട് കൊടുത്ത പിള്ളേർ അത് കടിക്കുന്നതൊന്നും നമുക്കറിയത്തില്ല, ചോദിച്ചിട്ട് വന്നു. Look, it won't bite me. ആ ഇവിടെ ചോദിച്ചിട്ട് ചെയ്താൽ മതി. it jumps too much, though. See? നോ ഇവിടെ ജോസ് പപ്പനോട് ചോദിക്കേ. പപ്പായോട് ചോദിക്കും I caught this one in the banana tree. Its name is Bob. Everybody say hi to Bob. Hi, Bob. Time for you to go. ബോബി I said no. എന്നാ പറയുന്നു? Don't make a level. I said no. എവലിൻ മോടെ വരുന്ന ജൂലിയ. ആ ഇത് ഞങ്ങളുടെ ഡാൻ. Please don't take me. ആ നോ ഐ ആം നോട്ട് ടേക്കിംഗ് യു. എവലിൻ എന്നാ പറയുന്നു? ഒന്നും പറയുന്നില്ലേ? സത്യങ്ങളോട് വല്ലതും പറയണോ? അവരെ കാണാറുണ്ടോ? ഇത് അടുത്ത കാൻഡിഡേറ്റ്. മായി എന്നാ ഉണ്ട്? അഞ്ജു എന്തേ ബീച്ചാൻ? സ്നേഹേ നിന്നെ കണ്ടിട്ട് മനസ്സിലായല്ലോടി. ഇതാരാ നിധി? ജോസനെ
ഇതാണ് പെണ്ണ്, നമ്മുടെ പെണ്ണ് കഥാനായിക. ഗോഡ്ലി എന്നാ പറയുന്നു? സ്റ്റാൻലി എന്നാ പറയുന്നത്? കട്ടുള്ളോ? ഇതാണ് ബൈബിൾ കോളേജ്. വേറെന്തോടാ? NPC തിയോളജിക്കൽ സെമിനാരി. NPC തിയോളജിക്കൽ സെമിനാരി രജിസ്ട്രാർ. ആദ്യം തൊഴിൽ രജിസ്റ്റർ ചെയ്യണം അല്ലേ? ഷൈനി സുജയ് ഷൈനി എങ്ങനെ പറയുന്നു? എല്ലാം ഉറക്കം പോകും. Just to bring something that's good that will bless your heart. I'll bring you more than a song, for a song in itself.
മഹത്വമേറിയ നാളുകൾക്ക് ശേഷം ഒന്നുകൂടെ കടന്നു വരുവാൻ്റെ ഗുണം ദൈവമായ കർത്താവ് സഹായിച്ചു. സ്തോത്രം ചെയ്യുന്നു. പ്രിയ മോനിയും കുടുംബമായിട്ട് കടന്നു വരുവാൻ്റെ ഗുണം കർത്താവ് ഇടയാക്കി. അവരുടെ യാത്രയിൽ കർത്താവിൻ്റെ പ്രത്യേക പരിപാലനം ഉണ്ടായിരുന്നു. വളരെ വിദൂരത്തു നിന്ന് അവരെ യാത്ര ചെയ്തെങ്കിലും ദൈവമായ കർത്താവിൻ്റെ പ്രത്യേക പരിപാലനം ഉണ്ടായതുകൊണ്ട് യാത്രാമധ്യത്തിൽ പ്രയാസങ്ങളോ വിരോധങ്ങളോ ഒന്നും കൂടാതെ ക്ഷേമമായി ഭവനത്തിൽ വന്നെത്തുവാൻ്റെ ഗുണം ദൈവമായ കർത്താവ് അവരെ സഹായിച്ചു. കർത്താവിൻ്റെ വൃന്ദാവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. മറ്റ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അവരുടെ യാത്രയിൽ കർത്താവിൻ്റെ പ്രത്യേക പരിപാലനം ഉണ്ടായിരുന്നതുകൊണ്ട് സന്തോഷത്തോടെ കടന്നു വരുവാൻ്റെ ഗുണം ഇടയായി. കർത്താവിൻ്റെ വൃന്ദാവത്തിന് സ്തോത്രം. ജോസിൻ്റെ മകൻ ജെറുമോൻ ഇപ്പോൾ യാത്രയിലാണ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഗ്വാളിയർ എന്ന സ്ഥലത്തു നിന്ന് അവന് നാട്ടിലേക്ക് പുറപ്പെട്ടു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തോടെ രൂപപ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയിടുക. ഈ വേദഭാഗം ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി എനിക്ക് സന്തോഷവും പ്രചോദനവും നൽകുന്നതാണ്. കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രം. കാരണം കുടുംബത്തിലെ മാതാവ് ശരീരത്തിൽ തീരെ രോഗിയും ക്ഷീണയുമായി വളരെ വേദന അനുഭവിച്ചുകൊണ്ട് കഴിയുന്നതായ നാളുകളാണ്. കുറേ മാസങ്ങളല്ല വർഷങ്ങൾ തന്നെയായി അങ്ങനെയുള്ള പ്രയാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഓരോ പ്രാവശ്യവും ഈ വിലയേറിയ വചനപ്രകാരം കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിക്കാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തിയിടുക എന്നതായ ഈ വിലയേറിയ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയുടെ നിശബ്ദതയിൽ വളരെയേറെ വേദനകളും വിഷമതകളുമായി കഴിയുന്ന സന്ദർഭത്തിൽ ദൈവമായ കർത്താവ് വിശേഷാൽ സഹായിക്കുകയും വേദനയുള്ളതായ സ്ഥലത്ത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിപ്പാൻ്റെ ഗുണം കരുണ ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തോടെ കൃപ പ്രാപിപ്പാൻ ദൈവമായ കർത്താവ് അങ്ങനെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ മഹാദയക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ പുനരാവൃത്തി സ്തോത്രം ചെയ്യുന്ന പകൽക്കാലം ഇവിടെ ദൈവജനത്തോടുകൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി നന്ദി പറയുന്നതോടൊപ്പം തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനാകരണം വഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു. പ്രായാധിക്യത്തിൻ്റെയും രോഗത്തിൻ്റെയും മറ്റും ക്ഷീണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എങ്കിലും ഈ സമയത്ത് മക്കൾ എല്ലാവർക്കും കടന്നു വന്നത് നമുക്ക് വളരെ സന്തോഷമായി. കർത്താവിൻ്റെ തിരുനാമത്തിന് സ്തോത്രം. അവരോടൊത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിൻ്റെ രണ്ട് സന്ദർഭത്തിനായി സ്തോത്രം. മോനിയെയും കുടുംബത്തെയും ഈ സഭയ്ക്ക് മറക്കുവാൻ കഴിയുന്നതല്ല. കാരണം ഈ സഭയുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ ഗണ്യമായ നിലയിൽ കൂട്ടായ്മ കാണിച്ചിട്ടുള്ള ഒരു കുടുംബമാണത്. എൻ്റെ മക്കൾ എന്നുള്ളതായ നിലയിൽ ഞാനല്ല അത് പറയേണ്ടത്, മറ്റുള്ളവരാണ് പറയേണ്ടതെങ്കിലും അത് മറ്റുള്ളവർക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. തന്നെയല്ല, സഭയുടെ എതിർഷാദം എന്നുള്ള നിലയിലും കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അവരെ പ്രത്യേകം പ്രാർത്ഥനാ കരങ്ങളിൽ നിങ്ങൾ വഹിക്കണം. നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും വളരെ അധികം കൂട്ടായ്മയുടെ കരങ്ങൾ അവർ തന്നിട്ടുണ്ട്. അതവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിശ്വസ്തയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് തുടർന്ന് നിങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ Thank you for all you have done for me, Lord. Jesus, thank you for giving all these people life, Lord, whether they were dead in sin, Lord. Please, Lord, please give them back their life, Lord. Please, Lord, name amen. Wake up, O sleeper, rise from the dead, and Christ will shine upon you. Wake up. I'm saying this to the whole church. I'm saying this to me. I too have been pushed aside spiritual activities and slept. But it's time for the church to wake up. Do you believe it's time for the church to wake up? Do you believe it?
I believe, is a time for the church to wake up. Wake up, O sleeper, rise from the dead, and Christ will shine upon you. Do you think while the church is sleeping, do you think that they will win souls? No. To win souls, we have to show Christ's glory. Wake up, O sleeper, and Christ will shine upon you. When Christ shines upon you, people will see your glory. People will see Christ's glory. That's when souls get saved. Wake up, O sleeper, rise from the dead, and Christ will shine upon you. For it is the light that makes everything visible. That's what it said. So do you believe that it's time for the church to wake up? Do you believe it? Do you believe it's the time for the church? While a long slumber was there, God is calling you. Wake up, wake up. This is the last hour second. John said last time is the last hour. But this is the last second of the last hour. So it's now time for the church to wake up. For now, the Lord will tell all His words to the ends, the four ends of the world, and tell the people to wake up and save souls. Because we were dead in sins, and we got saved by the glory of God. By grace we got saved. It's time to wake up. It's time to wake up, church. These words are not from mine. These words are not because I'm very good and I'm talking about myself also. I'm talking about myself also. God gave me this word. It's not me. It's not my talent. It's God's talent. I gave my talent to God. That's why I'm saying this. Wake up, church. Wake up. The time is up. Wake up. This is what I want to show you. Then, there are so many points how to wake up. How to wake up. The church, every time when we think we are full spiritual, every time when we think we are clean, we are not. One day when we pray, Lord Jesus, forgive my sins, the next second we sin. The very next second we sin. And then we don't pray. Do we? Every second we should pray, Lord Jesus, forgive my sins, Lord Jesus, forgive my sins, Lord Jesus, forgive my sins. This is how we should pray. But are we praying? Every second is a sin. Every step is a sin. Every time we take, every breath is a sin. Everything is a sin. But it's time for the church to wake up and take these sins apart and say, Lord Jesus, I come before you, Lord. And now, show your glory upon all the people in the world. Let them come to you and say, Lord Jesus, I'm here. It's time for the church to wake up. It's time for the church not to sleep, it's to wake up. It's time for the church to save more souls. It's time for the church to save those people who are dead in sin, to rise up from the dead. Rise from the dead, O sleeper. That's what it's saying over here. Rise from the dead. Rise from the death of sin. Rise from the death of sin and wake up. So then the people might see you and say, Lord Jesus, I also come before you. If He can take you, then I can also. If He can worship you, then I can also. That's how it is. Wake up, O sleeper. You know, many times when we try to save souls, if we start a church and there's only one soul inside it, remember, one soul is greater than the whole nation. One soul is greater than the whole nation. But the church is saying, we want more souls, we want more souls. First, let the church itself wake up. Then let it wake up people. Then let it wake up people. That's the message I want to speak to you. I have nothing else to speak except God's word. So, thank you. Praise the Lord. Amen. ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ഒരു പിതാവ് കൊച്ചിനെ സൂയിലോട്ട് കൊണ്ടുപോയി. സൂയിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഒത്തിരി മൃഗത്തിനെ കാണിച്ച് ശേഷം പറയാം, മോനെ ഇത് ആന, ഇത് സിംഹം, ഇത് ഒരു കരടി. പിന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചു പറഞ്ഞു, ഇതൊരു
കഴുത. മോൻ ഇതിന് കഴുതയെ സൂക്ഷിച്ച് നോക്കി ചോദിച്ചു, പപ്പ ഈ കഴുത ഒരു ക്രിസ്ത്യാനിയാണോ? മോനോട് ഈ പപ്പ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി പറഞ്ഞു, മോനെ നീ എന്താ പറയുന്നത്? ഈ ഈ ഈ മൃഗങ്ങൾക്ക് ഇങ്ങനെ റീജൻ ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം കൊച്ചിങ്ങനെ തല ആട്ടി കാണിച്ചു. അന്നേരം ചോദിച്ചു, അല്ല നീ എന്താ അങ്ങനെ പറയാൻ കാരണം? മോൻ പറഞ്ഞു, അല്ല ആ നീണ്ട മോഹം കണ്ടപ്പോഴേ ഞാൻ ഓർത്തു നമ്മുടെ ചർച്ചിലെ കുറെ വിശ്വാസികളുടെ പോലെയാണ്. ശരിക്കും അത് ഭയങ്കര ഗൗരവമായിട്ടിരിക്കുന്നു. പക്ഷെ ഇവിടുത്തെ ചർച്ചിലെ വിശ്വാസികൾ അതൊന്നും എനിക്കറിയാം. ഹല്ലേലൂയ. ഏകദേശം 1 മാസം കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റ് വിവിധ സ്ഥലത്ത് പോയിച്ച് ഇവിടെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ മുഖവും നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ഇവിടെ ചില സമയം എടുക്കാൻ പോകുന്നു. ജസ്റ്റ് ഷെയർ സംതിങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ പോകുന്നു. അതിനു മുമ്പ് എനിക്ക് വളരെയധികം സന്തോഷം ഉള്ളത് എൻ്റെ അങ്കിളും ഫാമിലിയും അതുപോലെ റിലീജിയസ് ജോസഫിൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ട്. അതുപോലെ മറ്റ് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെ കൂടെ അവരെ കാണാനും അവരുടെ കൂടെ ആരാധിക്കാനുള്ള അവസരം കിട്ടിയത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ പിള്ളേർ ഇങ്ങനെ മെമ്മറി വേഴ്സ് പറഞ്ഞപ്പം ഒരു വാക്യം 2-3 പ്രാവശ്യമായിട്ട് പറഞ്ഞു. അത് ഏതാണെന്ന് അറിയാം? ഞാൻ നല്ല ഇടിയനാണ്. ആ സംഗീതത്തിന് 23 1-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം. അതെന്തുവാ? യഹോവ എൻ്റെ ഇടിയനാകുന്നു. എനിക്ക് ഒരു കൊച്ചിങ്ങനെ സൺഡേ സ്കൂളിൽ ഇങ്ങനെ എഴുന്നേറ്റ് പറഞ്ഞു. അവനോട് വാക്യം കാണാതെ പറയാൻ പറഞ്ഞപ്പം അവൻ എഴുന്നേറ്റ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടിയനാകുന്നു, എനിക്ക് മുട്ടില്ല. പോച്ചയിൽ അവൻ എന്നെ കിടത്തും, പച്ച വള്ളത്തിൽ എന്നെ അക്കരെ കിടത്തും. പലപ്പോഴും നമ്മളും ഇങ്ങനെ നമ്മളിപ്പം ചിരിച്ചല്ലോ, യഹോവ എൻ്റെ ഇടയനാവുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, യഹോവ നല്ല ഇടയൻ, എനിക്കൊരു മുട്ടും ഉണ്ടാകത്തില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ ഈ യാഥാർത്ഥ്യം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ദൈവത്തിനെ ഒരു സ്ഥാനത്ത് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ഥാനം എന്ന് പറയുന്നത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു ദോഷവും ചെയ്യത്തില്ല. ഞങ്ങൾക്ക് എല്ലാം നല്ല കാര്യം മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അത് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ പക്ഷെ യോബിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ യോബിന്റെ കൂട്ടുകാർ വന്ന് യോബിനോട് പറഞ്ഞു, നീ തെറ്റ് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം നിന്നെ ഇങ്ങനെ ശമിക്കത്തില്ല, ദൈവം നിന്നെ ഇങ്ങനെ പ്രോബ്ലംസിൽ കൂടെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ കാര്യം മനസ്സിലാകത്തില്ല. ദൈവം ഇടയനാകുന്നു, ഒരു നല്ല ഇടയനാകുന്നു. നമുക്ക് വേണ്ടിയ കാര്യം ദൈവത്തിന് അറിയാം. ചിലപ്പോൾ നമുക്ക് വേണ്ടിയ കാര്യം ദൈവത്തിന് അറിയാം, അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അവന് വഴി മാറിപ്പോവും. അതുകൊണ്ട് പലപ്പോഴും ദൈവം നമ്മളെ അടിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ ചോദിക്കേണ്ട കാര്യം ദൈവം നമുക്ക് തരാറില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകത്തില്ല. ഒരു ആട്ടിടയൻ നമുക്കറിയാം. അത് 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, I fear no evil, for you are with me, your rod and your staff. മലയാളത്തിൽ അത് നിന്റെ വടിയും കോലും എന്ന് പറയാൻ അതിന്റെ വ്യത്യാസം എന്തുവാ? വടി എന്തിനാണ്? വടി അടിക്കാനാണ്. ഒരു ആട് ഒരു തെറ്റ് പാദത്തിൽ പോകുമ്പോ അതിനെ അടിക്കും. എന്നിട്ട് അടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം? അതിന് മുട്ട് അടിച്ച് പൊട്ടിക്കും. എന്നിട്ട് ആദ്യം അതിനെ ഒരു സൈഡിലോട്ട് മാറ്റും. എന്നിട്ടും അത് അനുസരണക്കേട് കാണിച്ചു പോയാൽ അതിനെ അടിച്ച് അതിന് മുട്ട് പൊടിക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം? അത് ആ ആട്ടിടിയൻ ആ ആടിനെ കയ്യിലെടുത്തുകൊണ്ടായിരിക്കും പിന്നെ എല്ലായിടത്തും നടക്കുന്നത്. ആ കാല് സൗഖ്യമാകുന്ന വരെ ആ ആട്ടിടിയൻ ആ ആടിനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കും. അത്ര സമയം ആ ആടിന് ഇങ്ങനെ ആ മുഖത്തോട് നോക്കുമ്പോൾ പറയും, എന്നെ അടിച്ചവൻ ഇപ്പൊ എന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. കുറെ ആ അരിച്ചു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ പറയും, എനിക്ക് ഈ ആട്ടിനെ എനിക്ക് സ്നേഹമുണ്ട്. അന്നേരത്തേക്കിന് കാലും ശരിയാകും, താഴെ ഇടുകയും ചെയ്യും. പിന്നെ ആ തെറ്റായ പാതയിൽ പോകത്തില്ല. ആ വടിയും കോലും എന്ന് പറയുന്നത് നമ്മുടെ സത്യപാതയിൽ നമ്മുടെ ഏത് വഴി നമ്മൾ പോകുന്നു
ആ വഴി കാണിച്ചു തരാൻ. എവിടെയോ പോഴ്ച ഉണ്ടോ, എവിടെ നമുക്ക് ആഹാരം കിട്ടുന്നോ ആ സ്ഥലം നമ്മളെ കാണിക്കാനാണ്, ആ നമ്മളെ വഴി നടത്താനാണ് ആ കോല് കാണിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ നടത്തുന്നത് വിധം നമ്മൾ ഓർത്താൻ പലപ്പോഴും നമ്മൾക്ക് മതി വരത്തില്ല. എത്ര സാക്ഷ്യം പറഞ്ഞാലും ഈ 2 മണിക്കൂറല്ല നമുക്ക് സാക്ഷ്യം വേണ്ടത്. ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനി, എൻ്റെ അനിയൻ ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾ വിശ്വാസികളെ ഇങ്ങനെ നമുക്ക് പുറത്തെ ആൾക്കാരോട് സുവിശേഷം പറയാൻ പലപ്പോഴും നമുക്ക് പേടിയാണ്. നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് സുവിശേഷം പറയാൻ പലപ്പോഴും പേടിയാണ്. ഞാൻ ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ KSRTC ബസ്സിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മൾ അടൂർ പോവുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി ചിങ്ങവനത്തിൽ നമുക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ചിങ്ങവനത്തോ ചങ്ങനാശ്ശേരിയോ തിരുവല്ല ഒന്നും നിർത്തണ്ട. എനിക്ക് എത്തേണ്ട അടുത്ത് അടൂർ എനിക്ക് എത്തണം. അവിടെ വരെ അടിച്ചു വിട്ടങ്ങ് പോകണം. വേറെ ആരെയും കയറ്റിയില്ലെങ്കിൽ എനിക്ക് സന്തോഷം. ഞാൻ കയറിയിരുന്നു, ഇനി എനിക്ക് ടിക്കറ്റും കിട്ടി, എനിക്ക് സീറ്റും കിട്ടി. പിന്നെ എനിക്ക് ഒന്ന് വേറെ ആൾക്കാർ കയറിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അവിടെ ഒരു സമയത്ത് എത്തണം. പലപ്പോഴും നമ്മുടെ യാത്രയിൽ, നമ്മുടെ ക്രിസ്ത്യൻ യാത്രയിൽ നമ്മളും ഇങ്ങനെയാണ്. നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടി, സീറ്റും കിട്ടി, യാത്ര സുഖം, വിൻഡോ സീറ്റ്, നമുക്ക് കാറ്റും കിട്ടി, എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേറെ ആൾക്കാരെ നമുക്കിപ്പം കയറ്റാൻ വലിയ സന്തോഷമൊന്നുമില്ല. കാരണം കയറ്റിയാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ മുട്ടിയിടിക്കും, വേറെ മണക്കും, പല അങ്ങനത്തെ പല പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മളൊരു ഈ ബസ് യാത്ര പോലെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതവും. KSRTC നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതവും പലപ്പോഴും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് മാത്രമാണ്, നമ്മുടെ ഒരു സുഖജീവിതം നയിക്കാനല്ല. ഹല്ലേലൂയ. നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്ന് പറയുന്നത് എന്തുവാണ്? എല്ലാ രാജ്യത്തിൽ പോയി സുവിശേഷം അറിയിക്കുക മാത്രമാണോ? പിന്നെ അവരെ disciples ആക്കണം. That is our motto. That is our goal in life as Christians. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ദൗത്യമാണ് അത്. ഞാൻ ഈ വചനം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തപ്പോൾ നമുക്കൊന്ന് ഒരു നിമിഷം കണ്ണടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങന്റെ ഇടയനാകുന്നു. ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. അങ്ങ് എന്ത് ചോദിക്കുന്നു ഞാൻ അങ്ങത് വിശ്വസിക്കുന്നു. കർത്താവേ, അവിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവെ എന്നെ ക്ഷമിക്കണം. കർത്താവെ തെറ്റായ പാദത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അന്യജാതിക്കാരെ കർത്താവെ അവരോട് സുവിശേഷം പറയാനും കർത്താവെ അവരുടെ ജീവിതത്തെ അവരെ മാനസാന്തരപ്പെടുത്താനും കർത്താവെ എനിക്ക് ശക്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ നന്മകളും അവർക്ക് എനിക്ക് കിട്ടിയ നന്മകളും അവർക്ക് കിട്ടാനുള്ള വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എനിക്ക് ശക്തി തരണം. കർത്താവെ അനേക ആൾക്കാരോട് സുവിശേഷം പറയാൻ എനിക്ക് ശക്തി തരണം. കർത്താവെ എല്ലാം ഞാൻ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. വായിച്ചു കേട്ടല്ലോ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ പിന്നെയും ഞാൻ ഓർപ്പിക്കാൻ ഇച്ഛിക്കുന്നത്, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ എന്ത് ചെയ്തെന്നവനെ നശിപ്പിച്ചു കളഞ്ഞ. സ്തോത്രം. ഈ യൂദാ അപ്പോസ്തലൻ എഴുതിയ ലേഖനം പണ്ട് ഒരു പയ്യൻ പറഞ്ഞു, കെട്ടി ഞാൻ എത്താൻ എന്താ ഒരു ലേഖനം കൂടി എഴുതി വെച്ചല്ലേ പോയി. നിങ്ങൾക്ക് എന്താ തോന്നുന്ന അഭിപ്രായത്തോട്? ആണോ യൂദാ എഴുതിയുള്ളത്? സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പഴയ നിയമ ഇസ്രായേലിന് ഇത്രമാത്രം ദൈവകോപം അവരുടെ മേൽ ഉദിച്ചുവെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതിന് ഒട്ടും കുറവ് വരികയാണ്. ദൈവം വചനം കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ പലപ്പോഴും അനുസരണക്കേട് കാണിച്ച് മുൻപോട്ട് പോയാൽ സ്തോത്രം ദൈവം പലപ്പോഴും കോപിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. നാം മനസ്സിലാക്കണം, നിങ്ങളോ സകലവും ഒരിക്കൽ അറിയാത്തവർക്ക് പറഞ്ഞു നിൽക്കാം, എന്നാൽ അറിഞ്ഞവർക്ക് ഒരിക്കലും അതിന് ഒരു തട്ടിയൊഴിവ് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണ്? സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് ദൈവത്തിന്റെ പാദം പിടിച്ചിരിക്കുന്നത് കേട്ടവരാ. വേഗം
അതെ. ഈ തൊമ്മിച്ചിൻ്റെ ഇടയിൽ പോകുന്ന ആ ഹോളിന്റെ അവിടെ വഴി കൂടെ ആ വഴി അല്ലേ നേരെ ചെന്ന് കയറുന്ന അവരുടെ വീട്ടിലോട്ടാ. ഇതെല്ലാം ഗാർഡനിലോട്ട് വെച്ചു. എന്തുകൊണ്ട് ചോദിച്ചാ? ഒഴിച്ച് തിളപ്പി കൊടുത്ത് ഈ മാങ്ങായും കൊണ്ടിട്ട് നല്ലപോലെ അടുപ്പയിൽ ഒന്ന് കുഴച്ച് കേൾക്കട്ടെ. എന്നിട്ട് അത് എന്നാടുക്കണമെന്നറിയാം, നല്ലെണ്ണയ്ക്കകത്ത് നല്ലെണ്ണ നല്ലപോലെ തിളപ്പിച്ചിട്ട് ആറി കഴിയുമ്പോൾ ഈ ഇതിനകത്ത് നല്ലെണ്ണ ഉരുക്കണം. ഒഴിച്ചു നകക്കി ഒഴിച്ചു അന്നേരം ശകലം പോലും നോക്കുകയില്ല. ഈ കുപ്പി നോക്കിയോ? കുപ്പി കഴിക്കാന്ന് പറഞ്ഞാൽ ഈ മാങ്ങാടെ മുകളിൽ അത് തുണി നനച്ചിട്ടാ പോരെ. തുണി ഇങ്ങനെ തുണി നല്ല തുണി നല്ലപോലെ പരത്തി വരണ്ടേ? അമ്മച്ചാണെങ്കിൽ തുണി എണ്ണയ്ക്കകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. തുണി എണ്ണയ്ക്കകത്ത് മുക്കി എന്നിട്ട് പൂത്തിട്ടുണ്ട്. എന്നാ എന്നിട്ട് വെള്ളം വേണം. ആ ഇങ്ങോട്ട് വാടാ. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചിയുടെ കോഴി. ഇൻസുലിൻ ചെടി. Okay, the big one's out. അടങ്ങിയിരിക്കുക. അത് ഫോട്ടോ ഒരു ചെയ്യാണെന്ന് നീ മറ്റേ കോഴി അതിന് ഫുഡ് എന്തേ? എടുക്കോ, ഫോട്ടോ എടുക്കോ. എടുക്കടാ ചാൾസാ. മറ്റേ പാത്രം കിട്ടും. ബ്രാൻഡ് പാടി കൊണ്ട് എനിക്ക് അയച്ചല്ലേ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഞായറാഴ്ച കുറവാ. ഓക്കെ താങ്ക് യു. That one's messed up. ഇങ്ങോട്ട് നോക്കടാ കേട്ടാ. തല്ലിപ്പൊടി. Daddy, get the dog. And if we had the big dog was so cool. Lucky. ഇവിടെ അമേരിക്കൻ മയമേടെ ഒന്ന് എടുത്ത്. Thank you, Black Sheep. കറങ്ങാൻ പോവാ. നമ്മൾക്ക് സിനിമയാണോ അത് ക്രിക്കറ്റിന്റെ ബാറ്റ് ഇരിക്കുന്നത്? അതും കളിച്ചോണ്ടാണോ വന്നേ? അതെ, എനിക്കിപ്പോ ക്രിക്കറ്റ് കളിച്ചില്ലെങ്കിൽ ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും. ചുമ്മാ അല്ല നാളെ കാലിന് വേദന ഉണ്ടായത്. പറയടാ ഇനിയും പറയടാ. ചെറുക്കൻ വരുന്നു. ചെറുക്കൻ വെച്ച് ഒത്തിരി പൊക്കണ്ട, പ്രശ്നമാവും. ഇങ്ങോട്ട് ഇറങ്ങിട്ടെ, ഇങ്ങോട്ട് ഇറങ്ങിട്ടെ. ഇതെടുക്ക്, ഇതെടുക്ക്.
അയ്യോ എനിക്ക് ആദ്യം ജെറിമോനെ മീശ വെച്ച് കണ്ടിട്ട് ദൈവമേ എനിക്ക് അങ്ങ് ഏതാണ്ട് പോലെ ഇപ്പൊ പിന്നെ പരിചയമായി ഇത്രയുള്ള കൊച്ചു മീശ വെച്ചോളൂ. അണ്ണാച്ച എന്നാ പറയുന്നു? ഇപ്പൊ കുഞ്ഞാച്ച ഉണ്ട് അവിടെ ഉണ്ടായിരുന്ന ഈ പെണ്ണാച്ച ഒന്ന് ഒത്തിരി വർത്തമാനം പറഞ്ഞു വിട്ടാനെ കുഞ്ഞാച്ച കേൾപ്പിക്കാനായിട്ട്. പെണ്ണാച്ചിയുടെ പല്ലവിടെ പോയി. പറ്റുപോയ വഴിയെ നമ്മൾ പോകും. അല്ലേ ജോനെ ഇവൻ വലിയ താമസം കൂടാതെ അമ്മായിപ്പനൊക്കെ ആവുമല്ലോ അല്ലേ? ചെറുക്കൻ്റെ പഠിത്തം കഴിഞ്ഞില്ലയോ? ചെറുക്കൻ്റെ പഠിത്തം കഴിഞ്ഞില്ലയോ? വലിപ്പമായിരുന്നു ആ സ്ത്രീ. അഭിഷേന്റെ ഭാര്യ നല്ല വലിപ്പമായിരുന്നു. ആ സൈസായി വരും. അറിയോ പിന്നെ ഇങ്ങനെ പോകുന്നു. 2 ആഴ്ച ഞാൻ മാറിയിരിക്കാം കേട്ടോ. ഇതിലാരാ ഭർത്താവ് ആരാ? ഞാനിത് ഇച്ചിരി ഗ്യാപ്പ് ഇൻബിറ്റ്വീൻ ഉണ്ട് അതുകൊണ്ട് അറിയാം. ഒരെണ്ണം ഭർത്താവ് വരെന്നറിയാം. മാത്യു മാത്യു ആരോ ആരോ ഓ ഓക്കെ തോമാത്തിന്റെ മോളെന്ന് പറയാം. മണിയാൻ്റെ ഞങ്ങളെങ്ങനെ അറിയുന്നേ? പ്രതാപിന്റെ അനിയന്റെ പേരെന്തോ? പ്രമോദ്. ആണുങ്ങളോടെ അടുക്കത്തുള്ളൂ അല്ലേ? അതിന്റെ കാര്യം ശാന്തമായ അടുത്ത് മുഖ്യമന്ത്രി അടുക്കുന്നത്